സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 8ാം ക്ലാസ് ഖുർആൻ വൽ ഹിഫ്ള് എങ്ങനെയാണത് ഉണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഖുർആനിൻ്റെ പരീക്ഷാഭാഗം ഏതാണ്, ഹിഫ്ള് കാണാതെ പഠിക്കാനുള്ള സൂറത്ത് ഏതൊക്കെയാണ്, സൂറത്തിന് പുറമെ മറ്റേതെങ്കിലും ദിക്റുകൾ ചോദിക്കാൻ സാധ്യതയുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. ആ സംശയങ്ങളെല്ലാം നീക്കുന്ന രൂപത്തിലുള്ള വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രധാന വിഷയങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിച്ച് ആരംഭിക്കാം. കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും സൂറത്ത് യൂസുഫിലെ ആദ്യത്തെ 4 ആയത്ത് പൂർണ്ണമായും ഓദിക്കുക എന്നതാണ്. അപ്പോൾ ഓരോ കുട്ടിയെ കൊണ്ടും 4 ആയത്ത് ഓദിപ്പിക്കുക എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖുർആനിന് ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യം വരിക? നമുക്ക് ഖുർആൻ പരീക്ഷയ്ക്ക് ഭാഗമായി നിർദ്ദേശിച്ചത് 11, 12, 13, 14 ഈ ജുസ്ഉകളാണ്. 11ാമത്തെയും 12ാമത്തെയും 13ാമത്തെയും 14ാമത്തെയും ജുസ്ഉകളാണ് ഖുർആൻ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ചോദ്യം വരിക എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഭാഗത്ത് എവിടെ നിന്നും ചോദിക്കാം. അതുകൊണ്ട് എവിടെ നിന്ന് ചോദിച്ചാലും ഓതി കൊടുക്കാൻ പാകത്തിന് നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ നമ്മൾ ഓതി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഉസ്താദ് മാർക്ക് രേഖപ്പെടുന്നതിന് പ്രത്യേകമായ മാനദണ്ഡങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പ്രാവശ്യം നമുക്കറിയാം 8ാം ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് ഖുർആൻ പരീക്ഷ നടക്കുന്നത്. അതിന് ഭാഗവക്കാവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഭാഗ്യമാണ്. ഈ കുറേ കാലം കഴിയുമ്പോൾ ആദ്യം 8ാം ക്ലാസ്സിൽ ഖുർആൻ ഹിഫ്ള് പരീക്ഷ തുടങ്ങിയത് ഞങ്ങളുള്ള സമയത്താണെന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാം. അതിനുള്ള ഭാഗ്യം ലഭിച്ച ആളുകളാണ് നിങ്ങൾ. ഈ പ്രാവശ്യം 5, 6, 7, 8 എന്നീ ക്ലാസ്സുകളിലെ പുസ്തകം മാറി. അതോടൊപ്പം തന്നെ ഖുർആൻ പരീക്ഷയുടെയും ഹിഫ്ള് പരീക്ഷയുടെയും രൂപവും അടിമുടി മാറിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്കൊക്കെ അറിയാം, പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഉസ്താദിനൊരു പേപ്പർ ഉണ്ടാവും. നമുക്കാർക്കും ചോദ്യ പേപ്പറൊന്നും കിട്ടാറില്ല. ഉസ്താദ് അത് നോക്കിയിട്ട് പരീക്ഷ നടത്തും. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. ഓരോ കുട്ടികൾക്കും നമുക്കെല്ലാവർക്കും ഓരോ പേപ്പർ ആദ്യം തരും. അതിൽ പേരെഴുതാനുള്ള സ്ഥലമുണ്ടാകും. ഇനി എങ്ങനെയാണ് പരീക്ഷ, ഇനി ആ പേപ്പറിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കൂ, മഖ്റജ് എന്ന് കാണാം. മഖ്റജ് എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരങ്ങളും പുറപ്പെടേണ്ടുന്നതായ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാം ആ എന്ന് ചില കുട്ടികൾ പറയും. ചിലപ്പോൾ അലിഫിൻ്റെ മേൽ ആ ഇട്ടതായിരിക്കും, ചിലപ്പോൾ ഐനിൻ്റെ മേലായിരിക്കും ആ, അല്ലെങ്കിൽ ഹ ഹംസൻ്റെ മേലിൽ, അതുപോലെ തന്നെ ഹ. ഇതെല്ലാം ആ എന്ന് പറയുന്നത് മഖ്റജ് ശരിയല്ലാത്തത് കൊണ്ടാണ്. ചില കുട്ടികളെല്ലാം കാ എന്ന് പറയും. ശരിയല്ല. ഒന്ന് കായാണ്, കാക്ക് കാ പറയണം. ക എന്ന് വരുമ്പോൾ കാ എന്ന് തന്നെ പറയണം. ഇങ്ങനെ ഒരുപാട് അക്ഷരങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് മഖ്റജ് ക്ലിയർ ആകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, മഖ്റജ് ക്ലിയർ ആക്കുന്നതിന് 20 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയുള്ള പരീക്ഷയ്ക്ക് ഈ മഖ്റജിന് 20 എന്നുള്ള രൂപത്തിൽ ഉണ്ടാവില്ല. ഈ മഖ്റജിനെ ഓരോ ചോദ്യങ്ങളാക്കും. 4ഉം 5ഉം ചോദ്യങ്ങളാക്കി മാറ്റും. നിങ്ങൾ തോഇൻ്റെ മഖ്റജ് ശ്രദ്ധിച്ചിട്ടാണോ പറയുന്നത് എങ്കിൽ അതിൻ്റെ നേരെ ഒരു കള്ളി കൊടുക്കും. കള്ളിയിൽ 3 മാർക്ക് നിർദ്ദേശിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ കള്ളിയിൽ നിർദ്ദേശിച്ച 3 മാർക്ക് നിങ്ങൾക്ക് അപ്പം തന്നെ ഉസ്താദ് ഇട്ട് തരും. അതേ പ്രകാരം തന്നെ നിങ്ങൾ സ്വാദ് പറയുന്നത് ശരിയാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റുള്ള പല അക്ഷരങ്ങളുണ്ടല്ലോ, അതൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ ആ അക്ഷരങ്ങളുടെ മഖ്റജ് ശരിയായി ഉച്ചരിക്കുന്നതിന് നിർദ്ദേശ മാർക്ക് ഉണ്ടാവും. ആ മാർക്ക് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്ന കള്ളിയിൽ ഉസ്താദ് ഇട്ട് തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മുമ്പൊക്കെ നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ നേരിട്ടിട്ടുണ്ടാവും. പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഏത് രൂപമായിരുന്നു, അതുപോലെ കള്ളികളൊക്കെ കൊടുത്തിട്ടായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ മഖ്റജിനെ പല വിധേന രൂപത്തിലായിട്ട് അഴിച്ച് ഓരോ ഉപചോദ്യങ്ങളാക്കി മാറ്റും. എന്നിട്ട് അതിന് മാർക്കുകൾ കൊടുത്തിട്ട് ആ മാർക്കുകൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് ഉസ്താദ് ഓതുമ്പോൾ തന്നെ നോക്കും. ഇനി അതിൻ്റെ താഴേക്ക് അഹ്കാമുകൾ നോക്ക്. നിങ്ങൾ 20 മാർക്ക് അഹ്കാമിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അഹ്കാമിനെയും അഴിക്കും. അഹ്കാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇദ്ഗാമുണ്ട്, ഇൽഹാറുണ്ട്, ഇഖ്ഫാ ഉണ്ട്, ഇഖ്ലാബുണ്ട്, അങ്ങനെ പല വിധികളും വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ചുരുക്കും. ഓരോന്നാക്കി ചുരുക്കിയിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട ഇദ്ഗാമുകളുണ്ട്. ആ ഇദ്ഗാം ശ്രദ്ധിക്കുന്നുണ്ടോ കുട്ടി എങ്കിൽ കുട്ടിക്ക് 5 മാർക്ക്. അല്ലെങ്കിൽ അവന് ഇൽഹാർ ശരിയായിട്ടാണോ പറയുന്നത്, അതിന് 6 മാർക്ക്. ഇങ്ങനെ ഈ 50 മാർക്കിനെ വ്യത്യസ്ത ചോദ്യങ്ങളിലായിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് പഴയ രൂപത്തിൽ നമ്മളൊരു ഓതിക്കൊടുത്ത് പോരാന്ന് വിചാരിച്ചാൽ നടക്കില്ല.
ഓരോന്നും ശ്രദ്ധിക്കാൻ പ്രത്യേകമായ നിർദ്ദേശം ഉസ്താദുമാർക്കുണ്ടാകും. അതുകൊണ്ട് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഓതുക. അതോടൊപ്പം തന്നെ പറയുന്നതാണ് മദ് ചില മദ്ദുകൾ നിർബന്ധമായി നീട്ടേണ്ട മദ്ദുകളുണ്ട്. ആ മദ്ദുകളൊക്കെ യഥാക്രമം നീട്ടിയില്ലെങ്കിൽ മാർക്കങ്ങ് പോയി പോകും. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കൂ, ഹുസ്നു സൗത്ത് ഉസ്താദ് ഓതി തന്ന ആ ഒരു ശൈലിയിലും അതുപോലെ തന്നെ നമ്മുടെ നല്ല രാഗത്തിലൊക്കെ ഓതുമ്പോൾ നമുക്ക് 5 മാർക്ക് ഇവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇബ്തിദാ എന്ന് പറയുമ്പോൾ ഔദു ബിസ്മി ഒക്കെ പറഞ്ഞുകൊണ്ട് ഓതിക്കൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത്. വേഗം ധൃതിയിൽ പോയി ബേജാറായിട്ട് ഔദു ഇല്ല ബിസ്മി ഇല്ല ഒന്നുമില്ലാത്ത രൂപത്തിലാവരുത്. അതൊക്കെ നമ്മൾ ആദ്യം ഒരു തയ്യാറെടുപ്പ് വേണം. തയ്യാറെടുപ്പിലൂടെ ആയിരിക്കണം നമ്മുടെ പരീക്ഷ നടക്കേണ്ടത്. പിന്നെ വഖഫ് നിർത്തേണ്ട സ്ഥാനം അതിൻ്റെ അടയാളം ഉള്ളിടത്ത് നിർത്തുക, എല്ലായിടത്തും കൊണ്ടുപോയി വെക്കരുത്. ഇനി ഒരു പക്ഷേ അതിൻ്റെ അടയാളം ഇല്ലാത്തടത്ത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ, അല്പം ബാക്കിൽ നിന്ന് എടുത്തിട്ട് ഓതണം. അപ്പോൾ ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ അവസാനം സദഖല്ലാഹുൽ അലിയ്യുൽ അദീം എന്ന് പറയുക. പുസ്തകത്തിന് മനസ്സിലാവും ഇവന് കുറേയൊക്കെ ഖുർആൻ്റെ നിയമങ്ങളും ഇതൊക്കെ അറിയുന്ന ആളാണ്, ശ്രദ്ധിച്ച് ഓതുന്ന ആളാണ് എന്ന് കണക്കാക്കി അതിന് നിർദ്ദേശിച്ചിട്ടുള്ള മാർക്ക് അവിടെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖുർആൻ പരീക്ഷയ്ക്ക് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോരുത്തർക്കും ഓരോ പേപ്പറുള്ള പരീക്ഷയാണ്. വെറുതെ ഒരു നോർമൽ പരീക്ഷയായി കാണാതെ ആ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ഉപചോദ്യങ്ങൾക്കുള്ള എല്ലാ മാർക്കും കരസ്ഥമാക്കാൻ രൂപത്തിൽ നന്നായി പഠിച്ചു വെക്കുക. നിയമങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒന്ന് ഓർത്തെടുക്കുക. പ്രധാനമായിട്ടും നമുക്കറിയാലോ, സുക്കൂനുള്ള മീം, ആ മീമിന് ശേഷം അക്ഷരങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഇദ്ഗാം വരും, ഇൽഹാർ വരും, ഇഖ്ഫാ വരും, ഇക്ലാബ് വരും. ഇനി സുക്കൂനുള്ള മീമല്ല, സുക്കൂനുള്ള നൂനും തൻവീനും അത് വരുമ്പോൾ അവിടെയും വരും, ഇൽഹാർ വരും, ഇഖ്ഫാ വരും. അതുപോലെ തന്നെ ഇദ്ഗാമും ബിഉന്ന ബിലാഉന്ന എന്നീ നിയമങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഏത് രൂപത്തിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുക. ഇനി നമുക്ക് ഹിഫ്ളിൻ്റെ ഭാഗത്തിലേക്ക് പോകാം. മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനപ്പാഠം ഓദിക്കുക എന്ന ചോദ്യം. അതിൻ്റെ താഴെ നിങ്ങൾ കാണാം, സൂറത്തുൽ ബലദിൽ നിന്ന് 6 മുതൽ 12 വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായും ഓദിക്കുക. അതിന് 30 മാർക്കാണ്. ഇത് തന്നെ ചിലപ്പോൾ 2 സൂറത്തുകളിൽ നിന്നായി 15 മാർക്കുകൾക്കായിട്ട് വരാം. പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സൂറത്തുകൾ ഏതൊക്കെയാണ്? ഹൽ അതാക്കയുണ്ട്, അതുപോലെ തന്നെ സബ്ബിസ്മ റബ്ബിക്കൽ അഅ്ലാ സൂറത്തുണ്ട്, വൽ ഫജ്ർ വലയാലി നസ്റുണ്ട്, ലാ ഉഖ്സിമു ബി ഹാദൽ ബൽദ്. ഇങ്ങനെ ഈ 4 സൂറത്തുകളാണ് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് പാഠഭാഗമായി വരുന്നത്. അപ്പോൾ അതിലെ ഏത് സ്ഥലത്തു നിന്ന് ഏതായത്തും ഇവിടെ ഒന്നും ചോദിക്കാം, കൃത്യമായി നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് 4 സൂറത്തും നന്നായി പഠിക്കുക. ഇനി രണ്ടാമത്തത് ഖുനൂത്താണ്. തുടക്കം മുതൽ തബാറക്ത റബ്ബന വ തആലൈത് വരെ ഓതി കൊടുക്കാനാണ്. അതിന് 20 മാർക്ക്. ഒരു കാര്യം ഉറപ്പായി, ഏതെങ്കിലും ഒരു ദിക്ർ മുൻ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഒരു ദിക്ർ നമ്മളോട് ഓതിപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. അത് തന്നെ നമ്മുടെ കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ നിന്ന് പഠിച്ചതാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ ഇതിൽ നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്നൊക്കെ പഠിച്ച പ്രധാനപ്പെട്ട ദിക്റുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഏതാണ് ചോദിക്കുക എന്നൊരിക്കലും തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൽ കൊടുത്ത എല്ലാ ദിക്റുകളും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. അതിനോട് കൂടെ തന്നെ പ്രധാനമായി വരുന്ന ബാങ്ക്, ഇഖാമത്ത്, വീട്ടിൽ കയറുമ്പോൾ ചെല്ലാനുള്ളത്, ഇറങ്ങുമ്പോൾ ചെല്ലാനുള്ളത്, ഉറങ്ങുമ്പോൾ ചെല്ലുന്നത്, ഉണരുമ്പോൾ ചെല്ലുന്നത്, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ പല ദിക്റുകളും നമ്മൾ താഴെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക, നന്നായിരിക്കും. ഒരു പക്ഷേ അതൊന്നും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുക. അങ്ങനെയാവുമ്പോൾ നമ്മൾ പ്രതീക്ഷ മുഴുവൻ മാർക്ക് കിട്ടുക എന്നുള്ളത് നഷ്ടപ്പെടും. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് നല്ല നല്ല പേപ്പറുകൾ ചെയ്യണം. അതിന് നിങ്ങളെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ആവശ്യമാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക, ഒരു ലൈക്ക് കൊടുത്തേക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ താങ്ക്സോ ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. നമ്മളൊക്കെ ഖുർആൻ്റെ മക്കളാക്കട്ടെ. അള്ളാഹു നല്ല ഹിഫ്ളുള്ള മക്കളാക്കട്ടെ. നല്ല ദീനും ഇസ്ലാമും എല്ലാം അനുസരിച്ച് ജീവിക്കുന്നവരിൽ സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.